കാരണം എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം അയാൾക്ക് അർച്ചനയോടാ. അതൊന്നും എന്റെ വിഷയമല്ല. പോറ്റി സാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ എനിക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. വർഷങ്ങൾ ഒരുപാടായി ഈ യൂണിഫോമിനകത്ത് കയറിയിട്ട്. നല്ലതും ചീത്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലയിടത്തു നിന്നും ഒരു അപകടവും പറ്റാതെ എന്നെ രക്ഷപ്പെടുത്തിയത് ഈ പോറ്റി സാറാണ്. അദ്ദേഹം പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. സാറിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ അക്കൗണ്ടിൽ ഇട്ടേക്കാം. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. വല്ല ഇഡിക്കാരും വന്ന് കയറിയാലേ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാ. അതുകൊണ്ട് അതൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ പിന്നെ പറയാം. അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഹാർട്ട് പേഷ്യന്റാ, അതിനെക്കുറിച്ചൊരു ഓർമ്മ വേണം. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാനിട്ടാ. പോലീസുകാര് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട്. എത്ര കരുത്തുള്ളവനായാലും ഞങ്ങളുടെ ലോക്കപ്പിനകത്ത് വന്ന് കയറിയ ആ ശക്തിയൊക്കെ താനെ അങ്ങ് പോവും. അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യത്തിൽ എനിക്കൊരു 5 മിനിറ്റ് തികച്ചു വേണ്ട. സച്ചി, ദാ ഇത് നോക്കിയേ. എടുത്തു നിന്നേ. സാർ നടന്നോളൂ, എനിക്ക് അവന്റെ അടുത്തോട് കുറച്ച് സംസാരിക്കാം. അച്ഛന് ജാമ്യം എടുക്കാൻ ആദ്യം തന്നെ അവന്റെ അടുത്ത് വക്കീലിനെ കൂട്ടി വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് മഹേശ്വരം പോറ്റി വളരെ സീനിയർ ആയിട്ടുള്ള ക്രിമിനൽ ലോയറാ. ഈ കേസിൽ നിന്ന് അദ്ദേഹം അച്ഛനെ ഈസി ആയിട്ട് പുറത്തുകൊണ്ടിരും. എന്താ, നിനക്കതിൽ സംശയമുണ്ടോ? എനിക്കെന്ത് സംശയം? പക്ഷേ പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരുമ്പോ നിങ്ങൾ കാണിച്ച ഓവർ ഡ്രാമയില്ലേ, അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നോന്ന് എനിക്ക് സംശയമുണ്ട്. അത് നിനക്ക് എന്നോടുള്ള അസൂയ കൊണ്ട് തോന്നുന്നതാ. അച്ഛനോടുള്ള എന്റെ ആത്മാർത്ഥത എത്ര വലുതാണെന്ന് നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നിന്റെ ഒരു സഹായം അച്ഛന് ആവശ്യമില്ല. നീ അച്ഛനെ കാണാൻ വന്നതല്ലേ, ചെന്ന് കണ്ടിട്ട് വാ. ഇതാണ് ആ ഡോക്യുമെന്റ്സ്. അവന്തി കിടത്തി എന്താ പറഞ്ഞു? ഓടിപ്പിടിച്ച് വക്കീലിനെയും കൂട്ടി ജാമ്യം എടുക്കാൻ വന്നത് അച്ഛനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? മൂത്ത മരുമകളല്ലേ, അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള കടമ അവന്തി കിടത്തിക്കുണ്ടല്ലോ. പക്ഷേ ആ വക്കീലിന്റെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലൊരു കേസിൽ മാൽ പ്രാക്ടീസ് കാണിച്ചത് ബോധ്യപ്പെട്ടപ്പോ ബാർ കൗൺസിൽ പോറ്റി സാറിനെ പുറത്താക്കിയിട്ടുണ്ട്. ഒരു എത്തിക്സും ഇല്ലാതെ എന്ത് കാര്യവും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാ. നമുക്കെന്തായാലും അച്ഛനെ കാണാം. ശരി. തൊഴിലാളികൾ മരിച്ചതിന്റെ ദുഃഖത്തിലാണ് ഞാനും. ജയിലിൽ കിടക്കണമെങ്കിൽ ഞാൻ കിടന്നോളാം. എന്നാലും എന്റെ തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതിനുള്ള സമ്പത്ത് നെല്ലിശ്ശേരിയിലെ സേതുമാധവനുണ്ട്. എന്നോട് പണത്തിന് കണക്ക് പറയുന്നു. മര്യാദക്ക് നിന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനകത്തിട്ട് തീർക്കും. സർ, ഇയാളുടെ മകനും ഭാര്യയും വന്നിട്ടുണ്ട്. ഒരുത്തിയും വക്കീലും കൂടി വന്ന് പോയതേ ഉള്ളൂ. അപ്പോഴേക്ക് അടുത്താളെത്തിയോ? ഏത് പൊടി കെട്ടിയ വക്കീൽ വന്നാലും തനിക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു പാഠം പഠിപ്പിക്കും കേട്ടോ. അവരോടൊന്ന് കാണാൻ പറഞ്ഞു. ശരി സാർ. മിസ്റ്റർ ഡിവൈഎസ്പി, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചോ? വക്കീലേ, പോലീസ് സ്റ്റേഷൻ എന്റെ സാമ്രാജ്യം. ഇവിടെ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അധികം വിളച്ചിൽ ഇങ്ങോട്ട് ഇറക്കല്ലേ. ഹൈക്കോടതിയിൽ പോയാലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല.
ഇവിടത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചിലപ്പോ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയെന്നും വരാം. അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അധിക ദിവസമൊന്നും അച്ഛന് ജയിലിനുള്ളിൽ കിടത്താൻ സാറിന് കഴിയില്ല. പിന്നെ പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ലേ? ലൈസൻസ് ഇല്ലാത്ത കമ്പനി നിയമവിരുദ്ധമായി പ്രവർത്തിപ്പിച്ച് 4 പേരെ കൊന്നിട്ട് നിന്ന് വർത്താനം പറയുന്നു. എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാണ് സാർ, അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്. ഏത് ഫാക്ടറിയിലെ സാർ അപകടം ഉണ്ടാവാത്തത്? കമ്പനിയുടെ ലൈസൻസ് പുതുക്കാൻ മാനേജറെ ഏൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ അയാൾ അത് സമയത്തിന് പുതുക്കിയില്ല. അതിന്റെ പേരിൽ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അധികം തിളക്കല്ലേ നീ. ഇയാളുടെ മകനല്ലേ നീ? പ്രതിപട്ടികയിൽ നിന്റെ പേരും കൂടി ചേർത്ത് നിന്നെയും ഇതിനകത്ത് തള്ളാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. വല്ലതും സംസാരിക്കാനുണ്ടെങ്കിലേ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോണം. മനസ്സിലായോ? പൊയ്ക്കോ. ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ട. അച്ഛാ, അർച്ചന വാ.